എൻ്റെ വ്ളോഗ് കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ആദ്യം തന്നെ ഒരു താങ്ക്സ് പറയണം കേട്ടോ. എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇന്നത്തെ ഷൂട്ട് ആലപ്പുഴയിലാണ്, ഹൗസ് ബോട്ടിലാണ്. രാവിലെ തന്നെ ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചു. എന്നിട്ട് നേരെ ആലപ്പുഴയിലോട്ട് പിടിക്കാമെന്ന് കരുതി. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തത്. അത് കഴിഞ്ഞ് ഹാപ്പി ആയിട്ട് ഞാനിരിക്കുന്ന ഒരു സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഒരു 7 മണി 7:30 സമയമാണ് കേട്ടോ. പിന്നെ ആലപ്പുഴ ബോട്ടിലാണ്, ഹൗസ് ബോട്ടിലാണ് സാന്താരിയുടെ പ്രോപ്പർട്ടി. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവരുടെ ഒരു വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇഷ്ടം പോലെ ഫോറിനേഴ്സ് ആയിട്ടും നോർത്ത് ഇന്ത്യൻസ് ആയിട്ടും നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാടധികം പേരുണ്ടായിരുന്നു. എനിക്ക് എന്താ നമ്മൾ കാണാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അതായത് ഈ ഹൗസ് ബോട്ട്സ്, വാട്ടർ, ഹിൽ സൈഡ്, സീ സൈഡ്, അങ്ങനത്തെയൊക്കെ ഭയങ്കര കണ്ടുകൊണ്ടിരിക്കുക ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. പിന്നെ ഒരു ഫോറിനർ ഇവിടെ അവിടെ ടെസ്റ്റിമോണിയൽ കൊടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, നമ്മുടെ ഇന്ത്യയിലെ ആളുകളെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് പുറത്തുനിന്നുള്ള ആൾക്കാർ ഭയങ്കര സ്ലോ ആണ് എല്ലാ കാര്യത്തിലും. ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അവർ ലൈഫ് സ്റ്റൈൽ തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നമ്മളൊരു ഹോട്ടലിൽ പോയാൽ തന്നെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്താൽ മതി, അവർ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഒരു ബുക്കൊക്കെ വായിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ, ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് ആ ഒരു ഫീൽ എനിക്ക് ഇവരെ കണ്ടപ്പോൾ കിട്ടിയിട്ടോ. If you were recommending Sandari River Stage to someone, what would you say? Don't leave your year without doing it. It's absolutely worth every cent and every bit of time, and I'd probably recommend doing 2 nights instead of 1. നമുക്ക് ഈ ആലപ്പുഴ ഹൗസ് ബോട്ടിൽ വന്നിട്ട് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ, ഇവിടുത്തെ കുറച്ച് ആർട്ട് വർക്ക്, ഇവിടുത്തെ ആളുകൾ, ഇവിടുത്തെ കുറച്ച് ബോട്ടുകൾ എല്ലാം ഒന്ന് കണ്ടാലോ. ഇവിടെ ഒരു ബ്രിഡ്ജ്, ഇവിടെയാണ് ഞാൻ കയറി വരുന്നത്. അപ്പോൾ കയറി വന്നപ്പോൾ തന്നെ കണ്ട കാഴ്ചയാണ് കുറേ ബോട്ട് ഇതേപോലെ പാർക്ക് ചെയ്തിട്ടുണ്ട്. കുറേ വിസിറ്റേഴ്സും ഉണ്ട്. ഇതാണ് നമ്മുടെ ഷൂട്ട്, ഇവിടെയാണ് നടക്കാൻ പോകുന്നത്. കുറേ ക്യാമറ എക്യുപ്മെൻറ്റ്സ്. ഇത് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ ഒരു സ്ഥലം കുറച്ച് കണിക്കൊന്ന് ഇവർ പറിച്ചു വെച്ചിട്ടുണ്ട്, എന്തിനോ എന്തോ. ഇന്നത്തെ നമ്മുടെ റൂമാണ് ഇങ്ങനൊരു വാഷ്റൂം. ഹായ്, ഒരു സെപ്പറേറ്റ് ബാത്റൂം ഉണ്ട് കേട്ടോ. പിന്നെ ഒരു മിറർ, നമ്മുടെ സാധാരണ ഹോട്ടലിലൊക്കെ ഉള്ള പോലെ. ഞാൻ റെഡിയായി, ബോട്ട് സ്റ്റാർട്ടാവാണ് കേട്ടോ. എനിക്കൊന്ന് ബോട്ട് ഇതുപോലെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് പുറത്ത് മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിലകത്തും നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് അല്ലേ. അത് നിങ്ങൾ ഇതുപോലെ സമയം കിട്ടുമ്പോൾ ഫാമിലിയായിട്ട് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കേട്ടോ നമ്മുടെ ആലപ്പുഴ ഹൗസ് ബോട്ട്. എല്ലാം ഭയങ്കര വെറൈറ്റി ബോട്ട്സാണ്. എനിക്ക് വെള്ളത്തിനോട്, ഈ വാട്ടർ എന്തും ആയിക്കോട്ടെ, അത് പുഴയായിക്കോട്ടെ, കടലായിക്കോട്ടെ, കായലായിക്കോട്ടെ, എനിക്ക് ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റും. എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലും എൻ്റെ ഒരു കുട്ടിക്കാലമൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആണ് വെള്ളം എന്ന് പറയുന്ന സംഭവം. അപ്പം ഞാനിവിടെ വന്നപ്പോഴത്തേക്കും ഭയങ്കര നൊസ്റ്റാൾജിയ ഫീൽ ആയിരുന്നു. അപ്പം നിങ്ങൾ ആലോചിക്കും ഞാൻ ആലപ്പുഴക്കാരിയാണെന്ന്. ഒരിക്കലും അല്ല, പക്ഷേ ഈ വെള്ളം എന്നുള്ള സാധനമില്ലേ, അത് ഞാൻ എവിടെ കണ്ടാലും ശരിക്കും എൻജോയ് ചെയ്യും. കാരണം എനിക്ക് അത്ര ഇഷ്ടമാണ്. ചിലർക്ക് കടൽ ഭയങ്കര ഇഷ്ടമായിരിക്കും, ചിലർക്ക് ഹിൽ സൈഡ് ഭയങ്കര ഇഷ്ടമായിരിക്കും. അങ്ങനെ വെറൈറ്റീസ് ഓഫ് ഇഷ്ടങ്ങളാണല്ലോ. ഈ തോണിയിൽ എന്താ ഷൂട്ട് ചെയ്യുന്നതെന്ന് ലാസ്റ്റ് കാണിക്കാം കേട്ടോ. നിങ്ങൾക്കും അറിയണ്ടേ തോണിയിൽ എന്താ ഞങ്ങൾ ചെയ്തതെന്ന്. അപ്പോൾ ഇത് കഴിഞ്ഞ് നേരെ സാരിയിലോട്ടൊന്ന് പോയി. കാരണം ഓണമാണല്ലോ, ഓണം വരുവാണ്. അപ്പം ഓണം റിലേറ്റഡ് സദ്യ ഉണ്ടാവും, പൂക്കളം ഉണ്ടാവും, എല്ലാം വഴിയെ കാണിക്കാം. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. ഈ ഒരു സദ്യ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ലെങ്കിലും പക്ഷേ ഈ ഒരു വിഭവങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ഈ ഷൂട്ട് കഴിഞ്ഞ് കരിമീനും നല്ല ചോറും
ചപ്പാത്തിയൊക്കെ ഇങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ആലപ്പുഴ സൈഡിലുള്ള ഈ ഒരു ഹൗസ് ബോട്ടിലെ ഫുഡ്. കാരണം അവർ ഫുഡ് മാത്രമല്ല സ്നേഹം കൂടി ഇങ്ങനെ വിളമ്പി തരും. അത് കഴിഞ്ഞ് നേരെ പോയത് ഓണപ്പൂക്കളത്തിലോട്ടാണ്. ഓൾറെഡി അവർ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓണപ്പൂക്കളം, അതേപോലെ തന്നെ ഊഞ്ഞാൽ, ചെറിയൊരു തറവാട്, പൂള്, അങ്ങനെ വേണ്ട എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു ഈ ഹൗസ് ബോട്ടും ഈ ഒരു പ്രോപ്പർ ടീം സാന്താരിയുടെ തന്നെയാണ്. അപ്പോൾ എനിക്ക് ഈ ഊഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ, ഇങ്ങനൊരു ഊഞ്ഞാൽ. ഇത് നമ്മുടെ ക്യാമറമാൻ ഉണ്ട് ഇവിടെ, അതേപോലെ തന്നെ കോസ്റ്റ്യൂമർ, അങ്ങനെ എല്ലാവരും കൂടെ ഒത്തിണങ്ങി ഒരു കുഞ്ഞ് ഓണ ആഘോഷം എന്ന് തന്നെ പറയാം. ഓണം വന്നില്ലെങ്കിലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഓണം ആഘോഷിക്കാമല്ലോ. അപ്പം ഞാൻ എൻ്റെ സാരിയൊക്കെ എടുത്ത് ഇതെൻ്റെ റൂംമേറ്റ് പറഞ്ഞു തന്നാ കേട്ടോ, ഇങ്ങനൊരു കോസ്റ്റ്യൂമിന് ഇങ്ങനൊരു ഓർണമെൻറ്റ്സ് ആക്സസറീസ് ഏറ്റവും ബെസ്റ്റായിരിക്കും. അപ്പം ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. അത് കഴിഞ്ഞ ഉടനെ നെക്സ്റ്റ് കോസ്റ്റ്യൂമിലോട്ട് പോയി. ഈ ഒരു ഫ്ലോറൽ പ്രിൻ്റുള്ള കോസ്റ്റ്യൂം, പിന്നെ താറാവ് കറിയും റൊട്ടിയും ഒന്നും പറയണ്ട, ബ്രെഡും താറാവ് കറിയും നല്ല കോമ്പിനേഷനായിരുന്നു. പിന്നെ ഞാൻ മറ്റൊരു കോസ്റ്റ്യൂമിലോട്ട് പോയി. ഇതിങ്ങനെ കോസ്റ്റ്യൂം മാറിക്കൊണ്ടേയിരിക്കും, പക്ഷേ ഞാനത് എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വേറെന്താ, ഒരു ബോട്ട് പോകുമ്പോൾ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ കുറേ ബോട്ടുകൾ പോകുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നാട്ടിൽ ഭയങ്കര റയറാണ് നമ്മുടെ വള്ളം കളി എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവത്തിൻ്റെ പ്രാക്ടീസ് ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ സാധാരണ എൻ്റെ കുട്ടിക്കാലത്ത് ഈ ടി വിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ വള്ളം കളി, അതേപോലെ തന്നെ കുറേ ഓണക്കളികൾ. പക്ഷെ ലൈവായിട്ട് ഈ ഒരു പ്രാക്ടീസ് കണ്ടപ്പോൾ ശരിക്കും നമ്മളെ അത് വിശ്വസിക്കാൻ പറ്റാത്തൊരു ഫീലായിരുന്നു. എനിക്ക് തോന്നുന്നു കുട്ടനാടുകാർ, അതേപോലെ ആലപ്പുഴക്കാർക്ക് ഇതൊക്കെ ശരിക്കും അവർ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ കാലിക്കറ്റ്, കണ്ണൂർ സൈഡിലുള്ളവർക്കൊക്കെ ഇത് ഭയങ്കര റെയറായിരിക്കും. അത് കഴിഞ്ഞ് ഈ വ്യൂ ഒക്കെ ഞാൻ ഇങ്ങനെ എൻ്റെ ക്യാമറയിൽ ഒപ്പിയെടുത്തു. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ അത് കഴിഞ്ഞ് കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത് 2 ബോട്ടുകൾ കൂട്ടിയിടിക്കുന്ന ഒരു പ്രത്യേക തരം അവസ്ഥ ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല കേട്ടോ. ദേ പോയി. അങ്ങനെ നൈറ്റ് ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് പാക്കപ്പിൻ്റെ ടൈമിലൊരു വൈൻഡപ്പ് വീഡിയോ കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാം ഡാർക്കായി, എല്ലാം ക്ലോസ് ചെയ്ത് വെച്ചു. ഇങ്ങനെയാണ് ഇവർ പാക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പം ഞങ്ങൾ തോണിയിൽ ഷൂട്ട് ചെയ്ത് ചെറിയൊരു BTS ഞാനിവിടെ ആഡ് ചെയ്യുവാണ്. ഇതെൻ്റെ ഒരു വൈറ്റ് ഫ്രോക്കാണ് കേട്ടോ. കാരണം ഞാൻ ഒരിക്കലും എനിക്ക് ഫിറ്റാവില്ല എന്ന് ഓർത്തിരുന്ന സാധനം ഭയങ്കര ലൂസായിരുന്നു. പക്ഷെ ഞാൻ ഇച്ചിരി തടി വെച്ചതുകൊണ്ടാവാം എനിക്കിത് ഫിറ്റായി. അപ്പം ഞാൻ ഇതിട്ട് വന്നപ്പോഴത്തേക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ എനിക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ ഇതേപോലെ തോണിയിൽ ഇങ്ങനെ സൈലൻ്റായിട്ട് ഒരു ഷൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ട്രാവൽ ചെയ്യണമെന്ന്. അത് ഈ ഒരു അവസരത്തിൽ നടന്നു. അതും എനിക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോഷൂട്ടോടു കൂടെ. അപ്പോൾ ഇങ്ങനൊരു അവസരം തന്ന ദൈവത്തിനും, അതേപോലെ ദൈവം എനിക്കായി കൊണ്ടുവന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ എല്ലാവരോടും ഒരു നന്ദി മനസ്സ് തുറന്ന് പറയുവാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. അങ്ങനെ എന്നെ സഹിച്ചിരുന്ന നിങ്ങൾക്കും ഒരുപാടധികം നന്ദിയുണ്ട് കേട്ടോ.